ശ്രീ എം ആർ അഭിലാഷ്, ആരാണ് ഇക്കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരാണോ, അതായത് CBI ആണോ, അതോ മമതാ ബാനർജിയാണോ? ശ്രീ മഞ്ജുഷ്, പാശ്ചാത്യ തത്വചിന്തയിൽ മണീക്കിയൻ എന്നൊരു പ്രയോഗമുണ്ട്. ചില വിഷയങ്ങളിൽ നമുക്ക് നിലപാടുകൾ ഇത് ശരി ഇത് തെറ്റ് എന്ന രീതിയിൽ എടുക്കാൻ കഴിയില്ല. മണീക്കിയൻ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ ഗുഡും ഈവിളും നന്മയും തിന്മയുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയും. എല്ലാ വിഷയത്തിലും നമുക്കങ്ങനെ കാഴ്ചപ്പാട് ഒക്കുമെന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. അതിനകത്ത് നമുക്കൊരു നിലപാട് വ്യക്തമായിട്ട് എടുത്ത് ഒരാൾ ചെയ്തത് ശരി വേറൊരാൾ ചെയ്തത് തെറ്റ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഈ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ CBI ഉൾപ്പെടെയുള്ള പൊതുസ്ഥാപനങ്ങളുടെ റിപ്പബ്ലിക്കൻ പരിശുദ്ധിക്ക് ഏറ്റുകൊണ്ടിരിക്കുന്ന ഒരു കറുത്ത കാലഘട്ടത്തിലൂടെ തന്നെയാണ് നാം യാത്ര ചെയ്യുന്നത്. CBIയുടെ ഈ ഒരു അൺടൈംലി ഇനീഷ്യേറ്റീവ് അത് സംശയം ജനങ്ങളുടെ മനസ്സിൽ ഉളവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തീർത്തും സ്വാഭാവികമാണ്. സുപ്രീം കോടതിയിൽ തന്നെ നിരവധി വ്യവഹാരങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. സുപ്രീം കോടതി തന്നെ പറയുകയുണ്ടായി CBI ഒരു കൂട്ടിലടച്ച തത്തയായി മാറിക്കഴിഞ്ഞുവെന്ന്. അതൊക്കെ തന്നെ വെളിവാക്കുന്നത് എല്ലാം ശരിയല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ വിഷയത്തെ തികച്ചും ഭരണഘടനാപരമായിട്ടുള്ള നിയമത്തിൻ്റേതായിട്ടുള്ള ശുദ്ധ പരിപ്രേക്ഷ്യത്തിൽ നാം വിശകലനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മമതാ ബാനർജിയോ അതുപോലെ തന്നെ കാൽക്കട്ട പോലീസോ ഒന്നും തന്നെ CBIക്കെതിരെ ഈ ഒരു നിലപാട് എടുക്കരുതാത്തതായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI എൻക്വയറി നടത്തുന്നത്. ഈ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അത് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാൻ കഴിയുമെന്നിരിക്കെ നിയമത്തിൻ്റെ കാവലാളായി വർത്തിക്കേണ്ട മുഖ്യമന്ത്രിയും അവരുടെ പോലീസ് ഫോഴ്സും ഈ രീതിയിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറിലി ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി നിയമം നടപ്പാക്കുന്നു എന്ന രീതിയിൽ വരുമ്പോൾ അവരെ തടയുന്നത് അത് നമുക്കൊരിക്കലും കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് ജസ്റ്റിഫൈ ചെയ്യുവാൻ കഴിയില്ല. പക്ഷേ ശ്രീ എം ആർ അഭിലാഷ്, ഇവിടെ NK പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വന്നു എന്ന കാര്യമാണ്. സുപ്രീം കോടതി വിധി വന്ന കാര്യം അദ്ദേഹവും പറയുന്നുണ്ട്. അത് ശരിയാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് CBIക്ക് അനുകൂലമായിട്ട്. പക്ഷേ സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് വന്നത്. ഇക്കാര്യമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിരോധത്തിനായി. ശ്രീ മഞ്ജുഷ്, അനുമതിയുടെ ആവശ്യമില്ല. കാരണം ഇത് ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട കേസാണ്. കോഗ്നൈസബിൾ ഒഫൻസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സസ്പെക്റ്റ് ആണെന്നാണ് CBI പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സേഫാക്കി വെക്കാൻ അവർക്ക് വേണമെങ്കിൽ ഗവർണറുടെ സാങ്ഷൻ അവർക്ക് ഒബ്റ്റെയിൻ ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക അനുമതി പത്രത്തോടു കൂടി ചെന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുമായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും CBIക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റിൻ്റെ കാര്യമില്ല. പലതവണ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് വരാത്ത ഒരാളെ നിയമത്തിൽ എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? ചെന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു പ്രൈവറ്റ് സിറ്റിസൺ ആണ് ഇങ്ങനെ നിയമം നടപ്പാക്കുന്നതിന് വഴിയിൽ ഒരു തടസ്സമായി വരുന്നതെങ്കിൽ നമുക്കറിവില്ലായ്മയെന്ന് കരുതി നമുക്ക് ന്യായീകരിക്കാൻ കഴിയും. ഇപ്പോൾ ഈ ശബരിമല വിഷയം നടന്നപ്പോൾ നിരവധി ആൾക്കാർ വയലൻസിലേക്ക് തിരിഞ്ഞു. അതൊരു പക്ഷേ അറിവില്ലായ്മ ഉണ്ടാകാം. പ്രൈവറ്റ് സിറ്റിസൺസിന് അങ്ങനെ ചെയ്യാം. പക്ഷേ ഭരണഘടനയുടെ 144 അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിയുടെ കരങ്ങളായി വർത്തിക്കേണ്ട എക്സിക്യൂട്ടീവും ജുഡീഷ്യറും, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ 2 തലമാണ്, സെൻട്രൽ എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. അങ്ങനെ വരുമ്പോൾ ആ ചീഫ് മിനിസ്റ്ററും അവരുടെ കീഴിൽ ജോലി ചെയ്യേണ്ടതായിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഈ രീതിയിലൊരു സ്റ്റിഫായിട്ടുള്ള റെസിസ്റ്റൻസ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി ഓർഡൈൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നിയമപരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുവാൻ കഴിയില്ല. സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരിൻ്റെ വേർഷൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അടിയന്തരമായിട്ടുള്ള ഹിയറിംഗ് നെഗേറ്റ് ചെയ്തത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞെന്താ, നിങ്ങൾ ഈ പറയുന്നതെല്ലാം രോഗലക്ഷണമാണ്. രോഗം എന്തിയെ, എവിടെയാണ് ഇതിൻ്റെ പത്തോളജിയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, തെളിവ് കൊണ്ടുവരൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വേർഷനിൽ സുപ്രീം കോടതിക്കും സംശയമുണ്ട്. അത് എൻ്റെ ഒരു നിഗമനമാണ്. ആ ഒരു വിഷയത്തെ പൂർണ്ണമായിട്ടും അവധാനതയോടുകൂടി തന്നെ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നുള്ള കോടതിയുടെ തീരുമാനം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ന് എടുപിടിയെന്ന് കേസ് കേൾക്കുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചത്. അപ്പോൾ നാളെ പ്രഥമ ദൃഷ്ട്യാ ഈ രീതിയിൽ തെളിവ് നശിപ്പിച്ചു അല്ലെങ്കിൽ സസ്പെക്റ്റ് ആണ് നിയമത്തിൽ എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വളരെ 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 ദോഷമുണ്ടാക്കുന്ന ഉത്തരവായിരിക്കും. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ DGPക്കും ഹാംഫുൾ ആയേക്കാവുന്ന ഉത്തരവ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയും കടമ്പ ഫോർമിഡബിൾ ആണ്. പ്രൈമ ഫേസി ഇതിനകത്ത് തെളിവ് നശിപ്പിക്കൽ പ്രക്രിയയിൽ ഇങ്ങനെ ഇൻവോൾവ് ആയിരുന്നുവെന്ന് സുപ്രീം കോടതിയാണ് ബോധിപ്പിക്കേണ്ടത്.
അപ്പോൾ ഇതിനകത്ത് ആരുടെ വേർഷനാണ് ശരി എന്നുള്ളത് നാം ശരിക്കും കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഇപ്പോൾ അങ്ങനെ ഒരു എവിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 144ൻ്റെ വയലേഷനാണ്. ആർട്ടിക്കിൾ 129 പ്രകാരം കണ്ടംപ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാവുന്നതാണ്, കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റീവ് ചെയ്യാവുന്നതാണ്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നു. വീട്ടിൽ കയറി റെയ്ഡ് നടത്തി കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ശ്രീ മഞ്ജുഷ്, അവിടെ വന്ന് റെയ്ഡ് നടന്നു, കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു, കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചു, അതിന് മറുപടി കൊടുക്കുന്നു. CBIയുടെ ഒരു ക്വസ്റ്റ്യനിങ് ശൈലി എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഇൻറ്റിമിഡേഷൻ അല്ലല്ലോ, മൂന്നാം മുറയൊന്നും സ്റ്റേറ്റ് പോലീസിൻ്റെ കൂട്ട് നടത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അതിന് വിധേയനായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള വ്യവസ്ഥ നിയമത്തിലുള്ളപ്പോൾ അത് വിനിയോഗിക്കാതെ ഈ രീതിയിലൊരു ഓപ്പൺ കോൺഫ്രണ്ടേഷനിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന, ഇവിടെ ആരോപിക്കപ്പെട്ടതുപോലെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ തകർച്ചയൊന്നുമല്ല ഇത്. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഇവിടെ ആഗതമാകുന്ന ഒരു സാഹചര്യമായിട്ടില്ല. ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ വയലേഷനാണ്. ആർട്ടിക്കിൾ 257 ഇവിടെ ഓപ്പറേഷനിലായി വരില്ല. കാരണം സുപ്രീം കോടതിയുടെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്. അപ്പോൾ എങ്ങനെ തടയിടാൻ വന്നാലും അത് തീർച്ചയായിട്ടും കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആയിരിക്കും. അങ്ങനെ ഇരിക്കെ ഇതൊരു വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ അസാധാരണമായ സാഹചര്യം എന്ന് പറയുമ്പോൾ CBI ഉദ്യോഗസ്ഥരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുക, ഇത് അസാധാരണമായ ഒരു സാഹചര്യമാണല്ലോ. ഇതിനെന്ത് നിയമപരിരക്ഷയാണ് കിട്ടുക? തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും അസാധാരണമായിട്ടുള്ള, നമ്മുടെ സമാനതകളില്ലാത്ത, സ്വതന്ത്ര ഭാരതത്തിൽ സമാനതകളില്ലാത്ത ഒരു വിഷയമാണ്. ഇതിനു മുമ്പ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയുക 2001 കരുണാനിധിയെ അറസ്റ്റ് ചെയ്ത ജയലളിത സർക്കാരിൻ്റെ നടപടിയാണ്. കരുണാനിധിയെ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം അന്നത്തെ യൂണിയൻ മിനിസ്റ്ററായിരുന്ന മുരശൊലിമാരനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കേന്ദ്രമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സമാനതയില്ലാത്ത ഒരു സംഭവമാണ് ഇത്. ഇതിനെ പെക്യൂലിയർ ആക്കുന്ന വേറൊരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് ഫോഴ്സസ് തമ്മിലുള്ള കോൺഫ്രണ്ടേഷനാണ്. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം അല്ലായിരുന്നു ഈ ഒരു നടപടിയെങ്കിൽ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ എങ്കിൽ, കേന്ദ്ര സർക്കാരിന് ഭരണഘടനയുടെ 287 അനുച്ഛേദ പ്രകാരം ഡയറക്ഷൻ കൊടുത്ത് എക്സ്പ്ലനേഷൻ സീക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. ആർട്ടിക്കിൾ 365 അങ്ങനെ ഒരു ഡയറക്ഷന് വഴി നൽകുന്നു. 257 പ്രകാരം ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും എക്സിക്യൂട്ടീവ് അധികാരം കേന്ദ്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന് വഴിമുടക്കിയായിട്ട് വരാൻ പാടില്ല എന്നുള്ളത് നിഷ്കർഷിക്കുന്നു. അങ്ങനെ ആയിരുന്നു സാഹചര്യമെങ്കിൽ ഒരുപക്ഷെ ഇത് പ്രസിഡൻസ് റൂളിലേക്കൊക്കെ പോകുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ആര് വിഘാതം സൃഷ്ടിക്കുന്നു അത് കണ്ടംപ്റ്റ് ഓഫ് സുപ്രീം കോർട്ടാണ് ആയിട്ടാണ് വരിക. അത് വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ, ഇൻ്റർഫിയറൻസ് വിത്ത് ദ പ്രോസസ് ഓഫ് ജസ്റ്റിസ് അതാണ് എന്ന്, ഡ്യൂ പ്രോസസ് ഓഫ് ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ് എന്ന് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 129 പ്രകാരം കണ്ടംപ്റ്റ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത് വളരെ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇതിനകത്ത് തെളിവ് നശിപ്പിക്കുന്നതിനകത്ത് കമ്മീഷണർക്ക് റോൾ ഉണ്ടായെങ്കിൽ, ഇനി ഇല്ലെന്നാകിൽ ആ ഒരു ആസ്പെക്റ്റും നാം പരിശോധിക്കണം. ഇല്ലെന്നാകിൽ CBI എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് ഈ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് ഒരു നടപടിക്ക് മുതിർന്നിട്ടുണ്ട് എങ്കിൽ, സ്റ്റാറ്റ്യൂട്ടറി ഒഫീഷ്യൽ അല്ലേ സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് പറയുന്നത്, അങ്ങനെയാണ് സുപ്രീം കോടതി കണ്ടെത്തുകയെങ്കിൽ തീർച്ചയായിട്ടും തീവ്രമായും CBIയെ സെൻഷർ ചെയ്യുന്നുണ്ടാവും. അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അക്കൗണ്ടബിൾ ആയിട്ട് വരും.